നമസ്തേ, ഹരി ഓം. ഞാൻ അച്ഛൻ നമ്പൂതിരി. ഭാരതത്തിൽ വിഷു എന്ന ഉത്സവത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ത്രിലോകങ്ങളും അടക്കിവാണ നരകാസുരനെ ഭഗവാൻ കൃഷ്ണൻ ഭൂമിയുടെ അവതാരമായ സത്യഭാമയുടെ സഹായത്താൽ വധിച്ചു. നരകാസുരന്റെ മരണത്തോടെ നരകാസുരനാൽ ബന്ധിക്കപ്പെട്ട 16,008 സ്ത്രീകളെ ഭഗവാൻ മോചിതയാക്കി. ത്രിലോകത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിച്ചു. നരകാസുരന്റെ മരണത്തോടെ ത്രിലോകത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിച്ചു. നരകാസുരന്റെ രാജ്യം നരകാസുരന്റെ മകനായ പ്രാഗ്ജ്യോതിഷിയെ ഏൽപ്പിച്ചു. നരകാസുരന്റെ മരണദിവസം അധർമ്മത്തിന്റെ മുകളിലുള്ള ധർമ്മത്തിന്റെ വിജയാഘോഷമായി മാറി. ഈ പവിത്ര ദിവസം ഭാരതത്തിൽ പല പേരുകളിലായി ആഘോഷിക്കുന്നു. കേരളത്തിൽ വിഷു എന്ന പേരിൽ ആഘോഷിക്കുന്നു. വിഷു എന്നാൽ സംസ്കൃതത്തിൽ തുല്യം അല്ലെങ്കിൽ സമം എന്ന അർത്ഥം. പകലും രാത്രിയും തുല്യമായി വരുന്ന മാസം. സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന മേട സംക്രമ ദിവസം. ഭഗവാൻ വിഷ്ണുവിന്റെ ലീലകളാൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കപ്പെട്ടതിനാൽ അന്നേ ദിവസം ഭഗവാനെ ബലസമൃദ്ധിയോടെ കണികാണുന്നു. ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഈ ഉത്സവത്തിന് വ്യത്യസ്തമായ പേരുകളുണ്ട്. പഞ്ചാബിൽ ബൈസാറി, അസാമിൽ ബിഹു, ഒറീസയിൽ വിഷ്ണുക്രാന്തി എന്നിങ്ങനെ. വസന്തകാലത്തിൻ്റെ തുടക്കത്തിൽ നരകാസുരൻ്റെ മരണം അനുസ്മരിക്കുന്ന ഈ ദിവസം കർഷകർ പുതിയ കൃഷികാലത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. അങ്ങനെ ഭഗവാൻ വിഷ്ണു നരകാസുരനെ വധിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ചതിൻ്റെ സ്മരണ പുതുക്കുന്ന ദിവസമാണ് വിഷു. എല്ലാവർക്കും എൻ്റെയും അതിജീവനം ആസ്ട്രോയുടെയും വിഷുദിനാശംസകൾ. ഹരി ഓം.